ഹലോ ഗൈസ്, ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഞങ്ങൾ കരുതി ഒരു വൈകുന്നേരത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. എന്തെങ്കിലും ഒരു ഐറ്റം. ഹായ്, അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു 4 മണി പലഹാരം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാം, നമ്മുടെ അരിമാവില് ഏത് മാവിൽ ഉണ്ടാക്കണമെന്ന് അറിയില്ല, എങ്കിലും ഞങ്ങൾ ഇന്ന് അരിമാവില് കൊഴുക്കട്ട പോലെ സ്വീറ്റൊക്കെ വെച്ചിട്ട് കൊഴുക്കട്ട പോലെ ചെയ്യാനുള്ള പ്ലാനാണ്. എന്താകുമെന്ന് അറിയില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ അരിമാവ്, വറുത്ത അരിമാവാണ്. അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് ശർക്കര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് തേങ്ങ മുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക ചതച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചൂടുവെള്ളം. ഇത്രയും മതിയാവും ഇതിനു വേണ്ടി. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മാവ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ ഓവറായിട്ട് ശർക്കര ഇടണ്ട, ഒരു ഇച്ചിരി ശർക്കര ഇതിലോട്ട് പാവുക. ഓവറായിട്ട് വേണ്ട, കുറച്ച് മതി. ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കര വേണ്ടി വരും. എന്നിട്ട് അതുപോലെ ഒരു ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് അരിപ്പുണ്ട്. ഏലക്ക കുറച്ച് ചതച്ചതാണ്, അധികം പൊടിക്കാനും വേണ്ട. പൊടിച്ചിട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചതച്ചിട്ടാലും കുഴപ്പമില്ല. മാക്സിമം ഏലക്ക നല്ല പൊടിയായിട്ടുള്ള രൂപത്തിലെടുക്കാൻ നോക്കുക. എന്നിട്ട് ഇത്രയും ജസ്റ്റ് ഒന്ന് കൈക്ക് മിക്സ് ചെയ്യുക. ദേവി ഇത് ഉപ്പൊന്നും ഇട്ട് കിടന്നേക്കില്ലേ. കൈക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഇച്ചിരി വെള്ളം തിളയ്ക്കുക. ഓവറായിട്ട് ലൂസാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓവറായിട്ട് ലൂസായി പോകാൻ വേണ്ടി പോകരുത്. ഓവറായിട്ട് ലൂസായാൽ മൊത്തത്തിൽ കുഴപ്പമാവും. ഇപ്പോൾ അത്യാവശ്യം മാവ് നല്ലപോലെ സെറ്റായി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും. കാരണം നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും കുറച്ച് യൂസ് ചെയ്താൽ നല്ല ബെറ്റർ ആയിരിക്കും. കാരണം കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് വന്നിട്ട് ഇങ്ങനെ ബോളാക്കാനായി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും വെച്ച് ചേർത്ത്. കാരണം ഇത് ബോൾ പിടിക്കാനും അതിൻ്റെ അകത്ത് ഈ തേങ്ങയും പിന്നെ അത് കഴിഞ്ഞിട്ട് ശർക്കരയും ഫില്ല് ചെയ്യാനും കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അതിനാണ് കുറച്ച് നെയ്യ് യൂസ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഒട്ടി വരുന്നത്. ഈ അരിമാവിൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ചിലർ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഇനിയും ഈ മാവില്ല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ശർക്കര ഇങ്ങനെ ബോളാക്കാം. ഈ ഒരു രൂപത്തിൽ ബോളാക്കാം. ചെറിയൊരു ബോൾ മതിയാണ്. എന്നിട്ട് നല്ല ബോളാക്കിയിട്ട് അതിലൊരു നടുക്കൊരു ചെറിയൊരു ഹോൾ വെച്ചിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും കൂടെ ഒരുമിച്ച് ഇതിനുള്ളിലോട്ട് ഫില്ല് ചെയ്യുക. നമ്മൾ നോർമലി ഫില്ല് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഇത് നിങ്ങൾക്ക് രൂപമാറ്റം എങ്ങനെ വേണമെങ്കിലും ആക്കാം. ചപ്പി വെക്കാം, ബോളായിട്ട് വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, ഏത് രൂപത്തിൽ വേണമെങ്കിലും. ചിലവർക്ക് ഇങ്ങനെ ബോളായിട്ട് വെക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല, ഈ ഇഡ്ഡലി രൂപത്തിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ബോൾ രൂപത്തിലാക്കുക. കണ്ടില്ലേ, ഈ ഒരു ബോൾ രൂപത്തിലാക്കുക. സ്റ്റീമറിൻ്റെ വീഡിയോ ഇതെന്തായാലും ബോളെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട്. അകത്ത് ഫില്ല് ചെയ്തിട്ട് ബോളെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി ഇതിനൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഓപ്പൺ ആക്കും. എന്നിട്ട് നോക്കാം എന്താ അവസ്ഥ. 20 മിനിറ്റിന് ശേഷം ഞങ്ങളിത് എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പോവുകയാണ്. നല്ല ഹീറ്റായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടായിട്ട് നല്ല ഹീറ്റുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല പുകയൊക്കെ ഇങ്ങനെ പാറുന്നുണ്ട്. ശർക്കരയെല്ലാം ഇതിലോട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. കഴിച്ചു നോക്കിയാണോ? നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.